ചാപ്റ്റർ 4 പ്ലാനിംഗ്. ഈ പ്ലാനിംഗ് എന്ന വാക്ക് കേൾക്കാത്തവരായിട്ട് ആരുമില്ല. പ്ലാനിങ്ങിൻ്റെ മലയാളം ആസൂത്രണം എന്നാണ്. നാം മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞപ്പോൾ തന്നെ ചാപ്റ്റർ 1 മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ് പ്ലാനിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ആസൂത്രണത്തെക്കുറിച്ച്. എന്താണ് പ്ലാനിങ്? പ്ലാനിങ് മീൻസ് ഇറ്റ്സ് എ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു. അതായത് ഒരു കാര്യം അത് എന്ത് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണമെന്ന് നാം മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം, എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് പ്ലാനിങ് ആണ്. നമ്മളൊരു ടൂർ പ്രോഗ്രാം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലാനിങ് ആണ്. ഒരു സെലിബ്രേഷൻ നാം ആഘോഷിക്കുമ്പോൾ അതിന് പ്ലാനിങ് ആണ്. ഒരു എക്സാം വരുമ്പോൾ അതിന് നമുക്ക് പ്ലാനിങ് ഉണ്ടാവും. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫങ്ഷനാണ് പ്ലാനിങ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ് പ്ലാനിങ്. പ്ലാനിങ്ങിനെ കുറിച്ച് മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇറ്റ്സ് എ ബേസിക് ഫങ്ഷൻ ഓർ ഇറ്റ്സ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഓർ മാനേജേഴ്സ്. മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ പ്രൈമറി അല്ലെങ്കിൽ ബേസിക് ഫങ്ഷൻ, അവരുടെ പ്രാഥമികമായ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായ ഫങ്ഷൻ, ധർമ്മമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? പ്ലാനിങ് സീക്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വെയർ ആർ വി ആൻഡ് വെയർ വി വോണ്ട് ടു ഗോ. നാം ഇപ്പോൾ എവിടെയാണ്, നമുക്കിനി എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പിലൊരു ബ്രിഡ്ജ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നമുക്ക് മറ്റൊരിടത്തേക്ക് എത്തണമെങ്കിൽ അവിടെ അതിനുള്ളൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് നോ പ്ലാനിങ്, ദർ ഇസ് നോ മാനേജ്മെൻറ്റ്. പ്ലാനിങ് ഇല്ലാതെ മാനേജ്മെൻറ്റിന് മുന്നോട്ട് പോകാനേ സാധിക്കില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്ക് സ്വന്തമായിട്ട് പറയുവാനും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും പറ്റുന്ന പോയിന്റുകൾ മാത്രമാണ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ദ വെരി ഫസ്റ്റ് വൺ, പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. നമുക്കൊരു മാർഗനിർദ്ദേശം, നമുക്കൊരു ഡയറക്ഷൻ, നമുക്ക് എങ്ങനെ, എന്ത്, എപ്പോൾ, എവിടെ വെച്ച് ചെയ്യണം അല്ലെങ്കിൽ ആര് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഡയറക്ഷൻ, നമുക്കൊരു ദിശ പ്ലാനിങ്ങിലൂടെ ലഭിക്കുന്നു. സെക്കൻഡ് വൺ, പ്ലാനിങ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ പ്ലാനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അൺസർട്ടനിറ്റി നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. തേർഡ് വൺ, പ്ലാനിങ് റെഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. അതായത് നമുക്ക് അനാവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ്, വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കറക്റ്റ് പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ പ്ലാനിങ് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് വേസ്റ്റ് ആകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മറ്റൊരു ഫീച്ചർ ആണ് പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. പ്ലാനിങ് ഒരു മെൻ്റൽ എക്സസൈസ് ആണ്, മാനസികമായ ഒരു ചിന്താ പ്രവർത്തനമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കണ്ടെത്താനായിട്ട് പറ്റും. മറ്റൊരു ഫീച്ചറാണ് പ്ലാനിങ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു, അതായത് നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ പ്ലാനിങ് സഹായിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ, പ്ലാനിങ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോളിങ് എത്രത്തോളം അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് പ്ലാനിങ്ങിലൂടെയാണ്. അത് നമുക്ക് ഇനി കൂടുതൽ വിശദമായിട്ട് ചാപ്റ്റർ നമ്പർ 8 കൺട്രോളിങ് വരുമ്പോൾ അവിടെ പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വിശദമായി പറയാം. ഇനി നോക്കേണ്ടത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദ വെരി ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഈസ് ഇറ്റ്സ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഫങ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നാം മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. അതിൽ ആദ്യത്തെ ഫങ്ഷനാണ് പ്ലാനിങ് എന്നുള്ളത്. സെക്കൻഡ് വൺ, ഫോക്കസ് ഓൺ അച്ചീവിങ് ദ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ടാവും, ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് പ്ലാനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് അല്ലെങ്കിൽ ലക്ഷ്യം. മറ്റേതാണ് ഇറ്റ്സ് പെർവേസീവ്. പ്ലാനിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്
പ്ലാനിങ് മാനേജ്മെന്റിന്റെ ടോപ്പ് ലെവലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോവർ ലെവലിലും ഇനി ഒരു രാജ്യത്ത് മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലും ഒക്കെ അല്ലെ വ്യക്തിപരമായി തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാ ആളുകളും പ്ലാൻ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് ഒരു പെർവേസീവാണ്, മീൻസ് സർവ്വവ്യാപി എന്നാണ് എൻ്റെ മലയാളം. എല്ലാ ഇടങ്ങളിലും പ്ലാനിങ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആൻഡ് ഫോർത്ത് വൺ, ഇറ്റ്സ് കണ്ടിന്യൂസ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, എഗെയിൻ പ്ലാനിങ്. അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഓരോ പ്ലാൻ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. മറ്റൊരു ഫീച്ചറാണ് ഇറ്റ്സ് ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാനിങ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഭാവിയിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയും അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള ആലോചനയുമാണ് പ്ലാനിങ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്, തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കുന്നു. ആൻഡ് ദ ഫൈനൽ വൺ, ഇറ്റ്സ് എ മെന്റൽ പ്രോസസ് ഓർ മെന്റൽ എക്സസൈസ്. ഒരു മാനസിക പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ അയാളുടെ ചിന്തകൾ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ പ്ലാനിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നതോടൊപ്പം തന്നെ പ്ലാനിങ്ങിന് നിരവധിയായ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ലീഡ്സ് റിജിഡിറ്റി. റിജിഡിറ്റി മീൻസ് പ്ലാനിങ്ങിൽ നാം എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് ആ കാര്യം മാത്രമേ നമുക്ക്, ആ റിജിഡിറ്റി ഉണ്ടാവും. എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനം മാത്രമേ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. ആൻഡ് സെക്കൻഡ് വൺ, may not work in dynamic environment. അതായത് ഇപ്പോൾ നാം ഒരു പ്ലാൻ എടുത്തിരിക്കുന്നു, ഒരു പ്ലാൻ നാം ഡിസൈഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഇക്കോണമിയുടെയോ നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെയോ നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായാൽ ആ ചേഞ്ചിൽ നമുക്ക് ഓൾറെഡി നാം സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല. കാരണം നാം ആദ്യം സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാനിങ് എന്ന് പറയുന്നത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കണ്ടീഷൻ എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ആ എൻവയോൺമെൻറ്റ് മാറിയാൽ നമുക്ക് ആ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റില്ല. തേർഡ് വൺ, റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി. ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് പ്ലാനിങ് നടപ്പിലാക്കുന്ന ആളുകളുണ്ടാവും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത് അവരുടെ പ്ലാൻ ആയിരിക്കണമെന്നില്ല, ടോപ്പ് ലെവലോ അല്ലെങ്കിൽ അവരുടെ ഹയർ അതോറിറ്റിയോ കൊടുക്കുന്ന പ്ലാനാണ്. ആ പ്ലാൻ വെച്ചിട്ട് മാത്രം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യേണ്ടി വരും. അതിലൂടെ അവരുടെ ക്രിയേറ്റിവിറ്റി കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മറ്റേതാണ് ഹ്യൂജ് കോസ്റ്റ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിന് വേണ്ടിയുള്ള കോസ്റ്റ് വളരെ കൂടുതലാണ്. നമുക്ക് അതിനായിട്ട് ഒരുപാട് മീറ്റിങ്ങുകൾ ഇരിക്കേണ്ടി വരും, നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് അതിൽ ചിലവാക്കേണ്ടി വരും. മറ്റേതാണ് ടൈം കൺസ്യൂമിങ്. സാമ്പത്തികമായ നഷ്ടത്തിനോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റിനോടൊപ്പം തന്നെ കൂടുതലായി വരുന്ന ഒന്നാണ് ടൈം കൺസ്യൂമിങ്. ഒരുപാട് സമയം നമുക്കിതിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളിങ്ങനെ ഓരോ സമയത്തും പുതിയ പുതിയ പ്ലാനുകൾ നമ്മളിലേക്ക് എത്തും. അതോടുകൂടി നമുക്ക് ടൈം കൺസ്യൂമിങ് ഒരു പ്രശ്നമായി മാറും. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. എല്ലാ പ്ലാനുകളും നമുക്ക് സക്സസ് ആകണമെന്നില്ല. നാം തീരുമാനിച്ചു വെച്ചിട്ടുള്ള പ്ലാനുകൾ നാം ഒരു സക്സസ്ഫുൾ ആകണമെന്നുള്ള ലക്ഷ്യത്തിലായിരിക്കും പ്ലാൻ സെറ്റ് ചെയ്യുക. എന്നാൽ പലപ്പോഴും ആ പ്ലാനുകൾ സക്സസ് ആവണമെന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ സക്സസ് ഓഫ് ഗ്യാരണ്ടി വളരെ കുറവാണ്. ഇത്രയുമാണ് പ്ലാനിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ്.